എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. വിശേഷം വരാൻ വൈകിയതുകൊണ്ടാട്ടോ ഇത്ര താമസിച്ചിരുന്നേ. അപ്പൊ ഇന്നത്തെ വിശേഷം മറക്കാതെ എല്ലാവരും കയറി കാണും. നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ട നന്നായിട്ട് സങ്കടം വരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ്. ലക്ഷ്മിയമ്മ സത്യങ്ങളൊക്കെ അറിയുവാണ്. പിങ്കി ആ വലിയ ക്രൂരത ലക്ഷ്മിയമ്മയോട് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, ഗൗതമിനോടുള്ള ദേഷ്യത്തിന് നേരെ ചെന്ന് ലക്ഷ്മിയമ്മയുടെ കഥക് തല്ലി പൊളിക്കാൻ തുടങ്ങുവാണ് പിങ്കി. അങ്ങനെ കഥകയിലുള്ള ഈ ഉറക്കെയുള്ള മുട്ടൽ കേട്ട് ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ പിങ്കി, നീ എന്തിനാ ഈ കഥ ഇതുപോലെ മുട്ടുന്നേ? കാര്യം എന്താ? അതെ, ലക്ഷ്മിയമ്മ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട. എന്താ പിങ്കി, ഇവിടെ എന്താ പ്രത്യേകിച്ച് നടക്കണേ? എല്ലാരും കൂടെ കൂടി ലക്ഷ്മിയമ്മനെ ചതിക്കുക. ലക്ഷ്മിയമ്മയുടെ കഴുത പണിയെടുക്കുന്ന പോലെ ഇവിടെ കിടന്ന് പണിതോട് കിടന്നാ മതി എന്ന് പറയാം. പിങ്കി, നിനക്ക് എന്ത് പറ്റിയത്? നിനക്ക് എന്നെ പ്രാന്തായോ? എനിക്കിപ്പൊ പ്രാന്ത് പിടിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ എനിക്ക് പ്രാന്താകും. അത് ലക്ഷ്മിയമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പിങ്കി മോളെ, അതെന്താണെന്നറിയാവോ? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാന്ത് പിടിക്കുന്നേ. വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, അതാന്ന് പറയണേ. ലക്ഷ്മിയമ്മ അതൊന്നുമല്ല. ലക്ഷ്മിയമ്മനെ ഒരാളെ ചതിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അല്ല, എന്നെ ഇപ്പൊ ആര് ചതിക്കാനായിട്ടാ? എന്നെ ആരും ചതിച്ചിട്ടില്ലോ. ചതിച്ചു. ആരാ ചതിച്ചേ? ലക്ഷ്മിയമ്മയുടെ ഭർത്താവ്, എന്റെ ചെറിയച്ഛൻ മഹേശ്വരൻ. ഇതെന്താ പറയണേ? ഇതെന്താ പിങ്കി നീ പറയണേ? അതെ, പിന്നീട് ചതിച്ച നന്ദ, പിന്നീട് നിങ്ങളുടെ സ്വന്തം മകൻ ഗൗതം, ഇവര് 3 പേര് ലക്ഷ്മിയമ്മേനെ ചതിച്ചെന്ന് പറയാ. ഇതേ പിങ്കി, നീ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാ. പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മ കിടന്നിട്ട് ഗൗതം, നന്ദമോളെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാൻ പറയണം. അങ്ങനെ അവര് താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം ലക്ഷ്മിയമ്മ ഓടിച്ചെന്ന് പറഞ്ഞു, ഇന്ന് നോക്ക, ഈ പിങ്കി എന്തൊക്കെയോ പറയുന്നു. എന്നെ ചതിച്ചെന്നോ, നിങ്ങളോ അച്ഛനാ എല്ലാരും കൂടി എന്നെ ചതിച്ചെന്നൊക്കെ പറയുന്നു. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാ. ഈ സമയം ഞെട്ടിത്തരിച്ചിരിക്കുവാണ് നന്ദയും ഗൗതം. അവർക്ക് മനസ്സിലായി പിങ്കി ആ ചതി ചെയ്തിരിക്കുന്നു, ഒരിക്കലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങള്. അപ്പൊ അത് ലക്ഷ്മിയമ്മോട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചോദിച്ചു, ഇതെന്താ ഇവിളി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവരൊന്നും പറയില്ല. അതെന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞേ? പറയാൻ പാടില്ലാത്ത കാര്യം എന്താ? ലക്ഷ്മിയമ്മ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഈ ഗാഥ ആരാ? ഈ സുജാത ആരാ? ഗാഥ സുജാത അറിയാവുന്ന കാര്യമല്ലേ പിങ്കിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? മഹേശ്വരേട്ടന്റെ ജീവിതം രക്ഷിച്ച ആളുടെ ഭാര്യ മോളും അല്ലേ? ആണോ? അങ്ങനെയാണോ ലക്ഷ്മിയമ്മ വിചാരിച്ചോണ്ടിരിക്കുന്നത്? പക്ഷേങ്കില് ഗാഥയുടെ അച്ഛൻ ആരാന്നറിയാവോ? അച്ഛൻ രാജേന്ദ്രനല്ലേ? എന്തെങ്കിലും തെറ്റി. രാജേന്ദ്രൻ എന്നൊരാള് പോലും ഇല്ലെന്ന് പറയാം. പിങ്കി നീ എന്താ പറയണേ? ഞാൻ ഒന്നുകൂടെ വേണേ തെളിച്ച് പറയാം. ഗാഥയെ സുജാത ഇങ്ങോട്ട് വന്നത് എന്തിനാന്നറിയാവോ? ഗാഥയ്ക്ക് ഗാഥയുടെ അച്ഛനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാ ഗാഥ ഇങ്ങോട്ട് വന്നേ. ഗാഥനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന ആരാന്നറിയാവോ? ഈ നിൽക്കുന്ന നന്ദേ. എല്ലാരും കൂടി ലക്ഷ്മിയമ്മനെ ചതിക്കുക. ഇനിയും മനസ്സിലായാലും വ്യക്തമായിട്ടേ പറയാം. മഹേശനമ്മാവന്റെ മോളാണ് ഗാഥ, അവരുടെ ഭാര്യയാണ് സുജാത എന്ന് പറയാം. ഒരു നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നൊരവസ്ഥ നിൽക്കുകയാണ് ലക്ഷ്മിയമ്മ. കേട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിറയ്ക്കുന്ന കൈകളിലൂടെ പിങ്കിനെ വിരളിച്ചുകൊണ്ട് ചോദിച്ചു, പിങ്കി നീ സത്യമാണോ പറയണേ? നീ എന്തൊക്കെയാ പറയണതേ? എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്നും പറയാൻ നിനക്കായോ? ലക്ഷ്മിയമ്മേ, ഇനി ഞാന് കള്ളത്തര പറയുന്നെങ്കിൽ പോയി ചോദിച്ചു നോക്ക്. സ്വന്തം മകൻ തന്നെയല്ലേ അടുത്തിരിക്കുന്നേ. ഗൗതമിനോട് പോയി ചോദിച്ചു നോക്ക്, സത്യമാണോ അല്ലയെന്ന്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങ് ചെന്ന് ഗൗതമിന്റെ കോളറിന് ഇങ്ങോട്ട് കുത്തിപ്പിടിച്ചു. ചോദിച്ചു, പറയടാ, സത്യം പറ, ഞാൻ ഈ കേട്ട സത്യമാണോ? ഗാഥ ആരാ? ഗാഥ മഹിയേട്ടന്റെ മോളാണോന്ന് ചോദിക്കുക. ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് കോളറിലെന്ന് അങ്ങ് പിടിവിട്ടിങ്ങനെ കൈയൊക്കെ എന്തോ ഒരു അവസ്ഥയിൽ ലക്ഷ്മിയമ്മ നിൽക്കുക. ഇവിടെ സത്യം പറഞ്ഞാൽ മാത്രം മതി, എനിക്ക് സത്യം അറിഞ്ഞാൽ മതി, എൻ്റെ അടുത്തൊന്നും മറയ്ക്കാൻ ശ്രമിക്കേണ്ടതാ. അമ്മേ, എന്നോട് ക്ഷമിക്കണം. അച്ഛനോട് ക്ഷമിക്കണം. അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി. ഇത്ര മാത്രം ലക്ഷ്മിയമ്മ കേട്ടുള്ളൂ. ലക്ഷ്മിയമ്മ തകർന്ന് തരിപ്പണമായിട്ട് ആ തൂണയിലേക്ക് ഇങ്ങോട്ട് ചാരി നിൽക്കുവാണ്. കുറെ സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. ഈ സമയം ഗൗതമും നന്ദയും പരസ്പരം നോക്കുവാണ്. പിങ്കിക്ക് സമാധാനമായി. ഏതാണ്ട് സംഭവം കിട്ടിയ മട്ടില്ല പിങ്കിയുടെ നിപ്പ്. അത് കണ്ടപ്പോ ഗൗതമിന് നല്ല ദേഷ്യം വന്നു. അവളെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം വന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. ഈ സമയം ലക്ഷ്മിയമ്മ എന്ത് ചെയ്യുവാണ്? ഒന്നും മിണ്ടിയില്ല. പിന്നെ ഒരു കൊടുങ്കാറ്റ് പോലെ ഗാഥയുടെ സുജാതയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ പോക്ക് കണ്ടപ്പോഴത്തേനും നന്ദയ്ക്കും ഗൗതത്തിനും കാര്യം മനസ്സിലായി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഗാഥ സുജാതയ്ക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ വാതിലിന്റെ അവിടെ പോയി ഇങ്ങനെ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പൊ ലക്ഷ്മിയമ്മയെ കണ്ടപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് സുജാത ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. പക്ഷെ ലക്ഷ്മിയമ്മയുടെ മുഖം കണ്ടപ്പോൾ വേറെന്തോ പന്തിയോട് തോന്നി. ചിരിയില്ല.
അപ്പൊ ഗാഥയെ ശ്രദ്ധിച്ചു, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ പതുക്കെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അകത്തേക്ക് ഇങ്ങനെ കയറി വന്ന് സുജാതനെ തന്നെ നോക്കി നിൽക്കുക. അപ്പൊ പെട്ടെന്ന് സുജാത ചോദിച്ചു, എന്താ ലക്ഷ്മി മാഡം, എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുക. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വീണ്ടും എന്താ ലക്ഷ്മി മാഡം, എന്താ കാര്യം എന്ന് ചോദിക്കുക. പെട്ടെന്ന് ചോദിച്ചു, ഗാഥയുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുക. ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ടു പോയി. അതെന്താ മാഡം ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? ഗാഥയുടെ അച്ഛൻ രാജേന്ദ്രനാന്ന് പറഞ്ഞില്ലേ, എനിക്ക് അതല്ല അറിയണ്ടേ, എനിക്ക് സത്യം അറിയേണ്ടത്. ഗാഥയുടെ അച്ഛൻ ആരാന്നുള്ള സത്യം അറിയണ്ടേ. ഒരു നിമിഷം പതറിപ്പോയി. സുജാതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം നന്ദ വിറങ്ങലിച്ച് നിൽക്കുവോടെ. നന്ദയ്ക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് നന്ദയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിന്റെ അമ്മ പറഞ്ഞില്ലേ കുഴപ്പമില്ല, നീ ആണെങ്കിലും പറഞ്ഞാ മതി നിന്റെ അച്ഛൻ ആരാന്നുള്ള കാര്യം. സത്യം പറ, എനിക്ക് കള്ളത്തരമല്ല കേൾക്കേണ്ടത്, എനിക്ക് സത്യാവസ്ഥ അറിയണ്ടേന്ന് പറയാം. പെട്ടെന്ന് ഗാഥ ഇങ്ങനെ നിൽക്കും. പറയും, ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ വിസ്തീരിച്ച് ഞാൻ പറയാം. ഇന്ത്യവരത്തിലെ മഹേശനാണ് നിന്റെ അച്ഛനെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗാഥ അതേന്ന് പറയുകയാണ്. ഇത് കേട്ടെന്ന് ഗാഥയുടെ കർണം വീശി ഒറ്റ അടിയായിരുന്നു ലക്ഷ്മിയമ്മ. അപ്പൊ ഇത്രയും കാലം നീ നിന്റെ അമ്മയും കൂടെ കൂടിയിട്ട് എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുവാണ്. ഗാഥ പറഞ്ഞു, ഞങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ ആരും ചതിച്ചിട്ടില്ല, ഞങ്ങൾ ആരും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയാണ്. ഈ സമയം സുജാതയും പറഞ്ഞു, അതെ ലക്ഷ്മി മാഡത്തിനെ ഞങ്ങൾ ചതിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയാണ്. പെട്ടെന്ന് വീണ്ടും നന്ദയ്ക്ക് നന്ദയല്ല സോറി പറഞ്ഞപ്പോ മാറിപ്പോയതാട്ടോ. പെട്ടെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. ലക്ഷ്മിയമ്മ എന്ത് ചെയ്യാണ്, വീണ്ടും ഗാഥനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പത്തിനും സുജാത ഇരുന്ന് ആ വീൽ ചെയറും ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് കയ്യേൽ അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം മുറിയിലേക്ക് അങ്ങോട്ട് വരുവാണ്. വാതയ്ക്ക് വന്നപ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. ലക്ഷ്മിയമ്മ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു. ഓഹോ, അപ്പൊ ഇത് കരുതി കൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ. അപ്പൊ നിനക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലേ, വീൽ ചെയറിലിരുന്ന് അഭിനയിക്കുമായിരുന്നില്ലേ, എന്നെ കൊണ്ട് ഈ ജോലികളൊക്കെ ചെയ്യിച്ചേ. നിന്റെ മോളെ ശുശ്രൂഷിച്ച് ഞാനിവിടെ, നിനക്ക് നാണമില്ലേ? നീ ഇതുപോലെ തരം താണ സ്ത്രീകളാണല്ലോ. എന്നോട് ക്ഷമിക്കണം, മാഡം ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എനിക്ക് മനസ്സിലായി, എല്ലാം ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. എന്നെ മനഃപൂർവ്വം ചതിക്കാനായിട്ട് നിങ്ങൾ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതല്ലേ. എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു, എന്നെ കൊണ്ട് ഈ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യിക്കണ്ടായിരുന്നു. ഇതൊന്നും അറിയത്തില്ലാതെ ഞാൻ ഈ ചെയ്തേ. ദൈവം പോലും നിന്നോടൊന്നും പൊറുക്കില്ല എന്ന് പറയാ. ലക്ഷ്മിയമ്മ പറഞ്ഞു, ലക്ഷ്മിയമ്മല്ല സുജാത പറഞ്ഞു, ക്ഷമിക്കണം ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് അസുഖം ഉള്ളത് തന്നെ. ഇനി കൂടുതലൊന്നും പറയണ്ട, എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ നിന്നെ പോലെ ഒരു സ്ത്രീയുടെ വാക്കുകൾ കേട്ടോണ്ടിരിക്കാനൊന്നും എനിക്ക് സൗകര്യമല്ല. നീ ഇതല്ല ഇതിനേക്കാളും വലിയ നാടകം കളിക്കുമെന്ന് എനിക്കറിയാം. ഇനി അതുകൊണ്ട് ഇറങ്ങടി വെളിയിൽ നിന്ന് പറയാണ്. ഇത് കേട്ടതും സുജാതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുജാത ഇങ്ങനെ നിൽക്കുക. നിന്നോട് ഇറങ്ങാനാ പറഞ്ഞ കൈയും കൊണ്ട് പുറത്തേക്ക് ചൂണ്ടുകയാണ്. ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പത്തിനും പറഞ്ഞു, എനിക്ക് നിന്നെ ഇറക്കാൻ അറിയാമെന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് തള്ളുവാണ്. തള്ളിക്കഴിഞ്ഞപ്പോൾ നേരെ ഗൗതമിന്റെ മേത്തേക്കാ പോയി വീഴുന്നത്. ഗൗതം പെട്ടെന്ന് ചേർത്തങ്ങോട്ട് പിടിക്കുകയാണ്. പിന്നീട് ചേർത്ത് പിടിച്ച് അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ കാണിക്കുന്നേ? അമ്മ എന്ത് പരിപാടി, ഇവര് പാവങ്ങളാ അമ്മേ, ഇവരൊന്നും ചെയ്യരുതെന്ന് പറയാണ്. ഓഹോ, അപ്പൊ നീയും കൂടെ കൂട്ടുന്ന ഇതല്ല അല്ലേ? എനിക്ക് മനസ്സിലായടാ, എല്ലാരും കൂടി എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ. നിന്റെ അച്ഛനും നീയും എല്ലാരും കൂടെ. പിങ്കിമോള് പറഞ്ഞ് ശരി തന്നെയാ, ചതിക്കുമായിരുന്നു. ഈ ചതി എനിക്ക് പൊറുക്കാൻ പറ്റില്ലടാ. ഞാനൊരു പാവമായിരുന്നു. എന്റെ ആദ്യമായിട്ട് അവസാനം വരെ ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചേ. എന്നിട്ടും എന്നോട് ഈ ചതി എന്തിനാടാ ചെയ്തേ? ഇതെനിക്ക് പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തോ, ഇവരെ നോക്കിക്കൊണ്ട് ഇവിടെ നിന്നോ, എന്നെ ഇനി നോക്കണ്ടെന്ന് പറയാം. അമ്മേ, ഞാൻ ഒന്നും മിണ്ടണ്ട, എനിക്ക് നിങ്ങൾ ആരുമില്ല. ഇപ്പൊ എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ ഒറ്റയ്ക്കായെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം സ്വന്തമെന്ന് കരുതി ഞാൻ കൊണ്ടുവരുന്നതെല്ലാം ആരുമല്ലെന്ന് ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇനി എനിക്കിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ താഴേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് സുജാതയും ഗാഥ നിൽക്കുക. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഗോഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഈ സിറ്റുവേഷന് അവർക്കും ആരുമില്ല, അവരും വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നേ. അങ്ങനെ ലക്ഷ്മിയമ്മ തകർന്ന് തരിപ്പണമായി താഴേക്ക് ഇങ്ങനെ സ്റ്റെയർകേസ് ഇറങ്ങി പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെല്ലുവാണ്. നടക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് തളർന്നു പോയായിരുന്നു. ഈ സമയത്ത് നന്ദ അങ്ങോട്ട് വന്നേ. നന്ദ ഓടി വന്നിട്ട്, ലക്ഷ്മിയമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. ക്ഷമിക്കാനോ? നിന്നോടോ? ഒരിക്കലും ക്ഷമിക്കില്ല. നിന്നോടും ഗൗതമത്തിനോടും ഒന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ തെറ്റാ നീയൊക്കെ ചെയ്ത്. നീയൊക്കെ ആ ചതിക്ക് കൂട്ടിവയ്ക്കുകയല്ലേ ചെയ്തേ. അങ്ങനെ പറയരുത്. നിന്നെ ഞാനൊരു മരുമോളായിട്ടല്ല, സ്വന്തം മകളായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ നീ എന്നെ ചതിച്ചു. നീ മാത്രമല്ല, ഗൗതമും എന്നെ ചതിച്ചു. എന്തിനാ നീ എന്നോട് ഈ ചതി ചെയ്തേ? അമ്മേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അവർക്ക് ആരുമില്ലാത്തവരാ. ഗാഥയുടെ കാര്യം അറിയാലോ. അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നപ്പം ആരുമില്ല, അവൾക്കൊരാശ്രയം കൊടുക്കണമെന്ന് മാത്രമേ കരുതിയിരുന്നു. അല്ലാതെ അമ്മേനെ ചതിക്കണമെന്നോ ഇവിടെ ഉള്ളവരോട് ഈ കാര്യങ്ങളൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചു പോയമ്മേ, ക്ഷമിക്കമ്മേ, അമ്മയുടെ കാല് വേണം ഞാൻ പിടിക്കാന്ന് പറഞ്ഞ്
നന്ദ കാലിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ അങ്ങോട്ട് കാലം കൂടെ വലിച്ചു. നന്ദയ്ക്ക് മനസ്സിലായി അമ്മ തന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന്. അമ്മ എന്താ അമ്മേ, നിന്നോടൊന്നല്ല, ഞാൻ ഇനി ആരോട് ക്ഷമിക്കാൻ പോകുന്നില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ള. ഇത്രയും കാലം എല്ലാരും കൂടി എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ? ഈ ചതി എന്നോട് വേണ്ടായിരുന്നു പറയാം. പെട്ടെന്ന് ഗൗതമും കൂടെ അങ്ങോട്ട് വന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായടാ, നീയും നിന്റെ ഭാര്യയും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു, അമ്മ അവരാരും ഇല്ലാത്തവരല്ലേ, അച്ഛന് അബദ്ധം പറ്റിപ്പോയി, അച്ഛനോട് അമ്മ ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇങ്ങനെ രൂക്ഷമായിട്ട് ഗൗതത്തിനെ തന്നെ നോക്കുക. പിന്നീട് ഗൗതം പറഞ്ഞു, അച്ഛനോട് തെറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അച്ഛനെ അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് തിരിഞ്ഞ് നന്ദയുടെ ഗൗതത്തിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുവാണ് ഇങ്ങോട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. പിങ്കിക്ക് കുറച്ച് സമാധാനമായി തോന്നേ. ഇനിയിപ്പോ പിങ്കിയുടെ കാരണത്താണ് ആദ്യം കൊടുക്കേണ്ടത്. അർജുൻ വന്ന് അവളെ വലിച്ചു കീറിയാൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ. പാവം ഗൗതവും നന്ദയൊക്കെ വല്ലാത്തൊരവസ്ഥയെ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന മഹേശ്വരനും വരുന്നു, അരുന്ധതി അവരൊക്കെ വരുന്നതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.